ഇത് കൊഞ്ചർ ലൈൻസിൽ നിന്ന് ഈ ചായപ്പൊടി ഇരിക്കുന്ന ഞാൻ പത്ത് സ്റ്റിക്കർ അത് പറയാൻ കാരണം ഞാൻ വിളിച്ച് ചോദിച്ചാൽ വാലിഡിറ്റി കഴിഞ്ഞെന്ന് പറഞ്ഞു. നവംബർ 2025 വാലിഡിറ്റി കഴിഞ്ഞു. എഴുതി തരുന്നതാ കണ്ണൻ ദേവന്റെ പൊടി 200 രൂപ MRP ഉള്ള സാധനം 184 രൂപയ്ക്ക് 500 രൂപയുടെ പാക്കറ്റ് സാധനം ഉണ്ട്. എനിക്ക് നിങ്ങൾ ഈ 184 തരണ്ട, 200 തന്നെ തന്നു, കാരണം ഓഫർ തന്നെയാണല്ലോ. പക്ഷെ എനിക്ക് എത്ര കുഴപ്പമുള്ളൂ, കണ്ണൻ ദേവന്റെ ഒരു പാക്കറ്റ് അവിടെ കണ്ട പാക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. ഇത് 2 സ്ട്രോങ് പറഞ്ഞ സാധനം എടുക്കാൻ വിട്ടത് ഞാൻ എടുത്തോണ്ട് തന്നെ. MRP കണ്ണൻ ദേവന്റെ പൊടി 500 ഗ്രാമിന്റെ കണ്ണൻ ദേവന്റെ ഒരു പാക്കറ്റിൽ 200 രൂപ MRP ഉണ്ടെങ്കിൽ ആ പൊടി ഞാൻ എടുത്തോളാം. MRP 170 ഇല്ലാതല്ല ആ കണ്ണൻ ദേവന്റെ പൊടി കിടന്നുള്ളൂ. എനിക്ക് ഈ സാധനത്തിനൊന്നും വില അതിനകത്ത് നിർത്തിയില്ല. ഞാൻ ഓരോ സാധനത്തിന് വില ഞാൻ അവിടെ പോയി ചോദിക്കുക. അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ പിള്ളേർ പറഞ്ഞു അവർ പാർട്ടി നിൽക്കണ്ട. ഞാൻ മാനേജർ വിളിക്കാൻ പറഞ്ഞു. മാനേജർ എവിടെയോ പോയി. ഈ സ്ഥാപനത്തിൽ മാനേജറിലാണ് പറഞ്ഞു. ഇച്ചിരി പറഞ്ഞല്ലോ ഈ കണ്ണൻ ദേവന്റെ പൊടി ഞാൻ ചോദിക്കുന്ന ഈ സ്റ്റിക്കറിൽ നിങ്ങൾ എന്താ എഴുതി വെച്ചാണ് MRP 200 രൂപ. ഈ 200 MRP ഉള്ള ഒരു കണ്ണൻ ദേവന്റെ പൊടി നിങ്ങൾ ഡിസ്കൗണ്ട് വേണ്ട 200 രൂപയ്ക്ക് കൊണ്ടുപോകാം. 1/2 കിലോയുടെ കണ്ണൻ ദേവന്റെ പാക്കറ്റ് 200 രൂപയ്ക്ക് MRP അടിച്ച സാധനം ഉണ്ടെങ്കിൽ ആ പാക്കറ്റ് കൊണ്ടുപോകാം. പറയാനുള്ളൂ. മാനേജറെ ചോദിച്ചാൽ അവരോട് മാനേജർ ചോദിച്ചാൽ ഇപ്പം ഈ സംസാരത്തിന് ആവശ്യപ്പെടുന്നു. മാനേജർ എവിടെ പോയി ഞാൻ അയാൾ തന്നെ ഇറങ്ങി കാത്തിക്കാൻ പറ്റില്ല. ഇവിടെ മൊത്തം സാധനം മേടിക്കാൻ കസ്റ്റമറാണ്. ഇല്ല ഏതാ എനിക്ക് ഇല്ലാത്ത വില 200 ആണ് MRP 200 ആണ്. MRP 200 ആണ്. അപ്പൊ ഞാൻ പൊട്ടനാ ഈ കാണാനാ. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ സിസ്റ്റം അല്ലല്ലോ. കണ്ണൻ പാക്കറ്റിൽ കമ്പനിയിൽ ഇറക്കുന്ന സാധനം കണ്ണൻ പാക്കറ്റിൽ എന്നിട്ട് 170 MRP നിങ്ങളുടെ സിസ്റ്റത്തിൽ 200 പരിപാടി കേട്ടോ. കണ്ണന്റെ പാക്കറ്റിൽ 170 MRP ഇട്ടേക്കുന്നത്. MRP അവിടെ ചേഞ്ച് ആയി. പുതിയ കണ്ണന്തേവനല്ലോ, ഞാൻ പഴയ കണ്ണന്തേവനല്ലോ എടുക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സാധനം ഞാൻ എടുക്കുന്നത്. ഇവിടെ സാധനം എടുക്കുന്ന നിങ്ങളുടെ സിസ്റ്റം 200 MRP തന്നെ. ഇവിടെ ഇരിക്കുന്ന സ്ഥാനത്ത് 170 MRP ഉള്ളൂ. ഈ 170 MRP ഉള്ള പാക്കറ്റുള്ള സാധനം ഞാൻ എടുക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ 200 തന്നെ? അതിന് ഒരു പാക്കറ്റ് 2 MRP. ഈ സാധനം ഇപ്പൊ നിങ്ങൾ സ്കാൻ ചെയ്തേ, ഈ ബാർകോഡ് സ്കാൻ ചെയ്തേ എടുക്കുക. ആ ബാർകോഡ് സ്കാൻ ചെയ്യാൻ 200 തന്നെ. ഞാനത് ചോദിക്കുന്നുള്ളൂ ചേട്ടാ. ഞാൻ ചോദിക്കും അത് എങ്ങനെയാണ് 1/2 കിലോ സാധനം 2 വില എങ്ങനെയാണ്? സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്ന എന്ത് പണിയാണോ? കസ്റ്റമേഴ്സിന്റെ പണിയാണോ? അയാൾ വിളിക്ക് മനസ്സിലാവും. കളിയാക്കുന്ന പരിചയമുണ്ട്. റിലയൻസിനെ ഒരുപാട് മാത്രമല്ല മിക്കടുത്തുള്ള പരിപാടി ഇത്. കാശോട് സാധനം വിളിക്കാൻ പൊട്ടനാവും. സാറ് വിളിച്ചോ നിങ്ങൾ വിളിച്ചോ. എനിക്ക് ഫോൺ നോക്കേണ്ടാവുള്ളൂ. ഒരു പാക്കറ്റ് സാധനം 2 MRP കണ്ടില്ലേ? അല്ല ആര് പാർട്ടം കണ്ടു? അത് പാർട്ടം ഇല്ലാത്തൊരു മാനേജറെ വിളിച്ചേ. അങ്ങനെ അവനോട് ഇല്ല. ഞാൻ ഇപ്പൊ നീ അമ്പാനെ വിളിക്കാൻ പറ്റും. എനിക്ക് ഇത്ര സാധനം വരാണെങ്കിൽ ഏറ്റവും വില കുറച്ച് സാധനം മതി. അവിടെ വില ഒന്നിട്ട് എഴുതി വെച്ചിട്ടില്ല. എഴുതി വെക്കാൻ വരാണെങ്കിൽ ലോ കോമഡി മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടി. ചോദിച്ചാൽ ഉത്തരത്തോടെ ആരുമില്ല. എല്ലാവരും പാർട്ടം കാര്യം. ഫുൾ ടൈമുള്ള മാനേജർ പരിസരത്തില്ല. പിന്നെ നിങ്ങളൊരു മാനേജറൂടെ മര്യാദ കൊണ്ട് മനസ്സിനെ പറ്റിക്കുന്നു.